जय श्री राम जय श्री राम श्री राम जय श्री राम जय श्री राम श्री राम जय 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 श्री राम हरे राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे कृष्ण 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 हरे 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 राम ഹരേ കൃഷ്ണ ഹരേപ്പെട്ട രാമരഥമാണ് ഇന്ന് ഈ വിഘ്നവിനായകന്റെ തിരുമുമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ എത്തിയ സമയത്ത് രാമരഥത്തെ സ്വീകരിക്കുന്നതിനും ഭഗവാനെ വരവേൽക്കുന്നതിനും ഇവിടെ ഒത്തുകൂടിയ എല്ലാ ഭക്തജനങ്ങൾക്കും അതിനുവേണ്ടി അഹോരാത്രം യത്നിച്ച ശ്രീ ആനന്ദ്ജി, അതുപോലെ തന്നെ നവാജൻ മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള കാര്യകർത്താക്കൾക്കും ഭഗവാന്റെയും ഗുരുകാരണവന്മാരുടെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹം സർവദാ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കട്ടെ. കേവലം ഒരു രഥയാത്ര എന്നതിനേക്കാൾ ഉപരി ഇത് ഒരു സഞ്ചരിക്കുന്ന ക്ഷേത്രമായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണുന്ന സമയത്ത് ഭക്തിയല്ലാതെ മറ്റൊന്നും തന്നെ തോന്നാൻ സാധ്യതയില്ല എന്നെനിക്കറിയാം. കാരണം ഒരു ക്ഷേത്രത്തിന്റെ സങ്കല്പത്തിൽ, ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് പൂജനീയ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പ്രപാദങ്ങൾ രഥയാത്രയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ഒരു ക്ഷേത്രത്തിൽ എന്തെല്ലാമാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെല്ലാം തന്നെ ഈ രഥത്തിൽ അഥവാ ഈ സഞ്ചരിക്കുന്ന ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ക്ഷേത്രത്തിന്റെ സോപാനം, ഞാനിരിക്കുന്ന ഈ ഒരു ഭാഗം ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സോപാനം ഇതിലുണ്ട്. ഈ സോപാനത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് ദേവതയുടെ ദ്വാരപാലകരായിട്ടുള്ള മൂർത്തികളെ പ്രതിഷ്ഠിക്കുക. ഇവിടെ പ്രധാന ശ്രീകോവിലിന്റെ പ്രതിഷ്ഠ
ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആയതുകൊണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ദ്വാരപാലകരായിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് വശത്തായിട്ട് ഒരു ഭാഗത്ത് വീര ഹനുമാനെയും മറുഭാഗത്ത് വീര ഗരുഡനെയും കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് വ്യാളി മുഖങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ 5 താഴികക്കുടങ്ങൾ കാണാം. അതിന് മുമ്പിലായിട്ട് കൊടിമരവും കൊടിക്കൂറയും കാണാൻ സാധിക്കുന്നു. ക്ഷേത്രത്തിന്റെ അടിഭാഗത്ത് നമുക്ക് നോക്കിയാൽ പഞ്ചവർഗം 5 തട്ടുകളായിട്ടുള്ള ഇതിന്റെ ബേസ്മെന്റ് ഒരു ക്ഷേത്രത്തിന്റെ പഞ്ചവർഗ സംവിധാനം അതിന് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ എപ്പോഴും ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ടാകും. ഇവിടെ വിഘ്നവിനായകനാണ്. ഈ രഥത്തിന്റെ ഏറ്റവും മുൻവശത്ത് ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. എല്ലാ ദിവസവും ഈ രഥത്തിന് മുമ്പിൽ ഗണപതിയുടെ മുമ്പിൽ ഗണപതി ഹോമം നടത്തിയിട്ടാണ് ഈ യാത്ര ആരംഭിക്കാറുള്ളത്. മാത്രവുമല്ല ഒരു ക്ഷേത്രത്തിന് എപ്പോഴും നമുക്കറിയാം ഒരു ആചാര്യനുണ്ടാകും. ഈ ക്ഷേത്രത്തിന്റെ മഹാഗുരുക്കന്മാരായിട്ടുള്ളത് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പ്രപാദങ്ങളുമാണ്. ആ മഹാഗുരുക്കന്മാരുടെ ഛായാചിത്രമാണ് ഈ രഥത്തിൽ 2 വശങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രഥത്തിന്റെ മുൻവശത്ത് മുകളിൽ പരമഗുരുവിന്റെയും താഴെ ജഗദ്ഗുരുവിന്റെയും 2 ഛായാചിത്രങ്ങളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതാസമേതനായി ആഞ്ജനേയ സേവകനായിട്ടിരിക്കുന്ന ഭാവത്തിലാണ്. പഞ്ചലോഹത്താൽ നിർമ്മിച്ചിരിക്കുന്ന ആ വിഗ്രഹമാണ് ഇതിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പുഷ്പം അർച്ചിച്ചത് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ സങ്കല്പത്തിലുള്ള രാമപാദങ്ങളാണ്. അതിൽ ഇടതുവശത്ത് ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ജ്യോതിസ് ആ കിടാവിളക്കാണ്. ചെറുകോട് ആഞ്ജനേയ ആശ്രമത്തിൽ നിന്നും പദ്ധതിദീപം പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ആ ജ്യോതിയിലേക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും പകർത്തിയെടുത്ത ഭദ്രദീപവും ഈ ജ്യോതിയിൽ ലയിപ്പിച്ചിട്ടുണ്ട്. അപ്രകാരത്തിൽ കൊല്ലൂരമ്മയും ആഞ്ജനേയ സ്വാമിയും ഒരുമിച്ചാണ് ജ്യോതിസ്വരൂപിണിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ രഥത്തിൽ എല്ലാ ദിവസവും 2 നേരം പൂജയും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാമായണ പാരായണവും നടക്കുന്നു. ഈ രഥത്തിന്റെ 2 വശങ്ങളിൽ നിങ്ങൾക്ക് അഷ്ടലക്ഷ്മിമാരെയും നവദുർഗമാരെയും ദശാവതാരങ്ങളെയും കാണാൻ സാധിക്കുന്നു. ഇരുവശങ്ങളിൽ അഷ്ടലക്ഷ്മിമാരുണ്ട്, നവദുർഗയുണ്ട്, അതുപോലെ തന്നെ ദശാവതാരങ്ങളുണ്ട്. ഇങ്ങനെ ഒരു കേവലം ഒരു യാത്ര എന്നതിനേക്കാൾ ഉപരി സഞ്ചരിക്കുന്ന ഒരു ക്ഷേത്രമായിക്കൊണ്ട് തന്നെയാണ് ഈ രഥം പ്രയാണം നടത്തുന്നത്. കഴിഞ്ഞ 25-ാം തീയതി കേരളത്തിൽ മലപ്പുറത്ത് നിന്ന് ചെറുകോട് നിന്ന് ആഞ്ജനേയ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട രഥം കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ പ്രയാണം പൂർത്തിയാക്കിയതിനു ശേഷം കർണാടക സംസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുകയും കർണാടകത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ ആശ്രമങ്ങളിലും സന്ദർശനം നടത്തി വിവിധ ആചാര്യന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി അവരുടെ പൂജാതി കാര്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഗോകർണത്ത് എത്തിച്ചേരുകയും ചെയ്തു. ഗോകർണത്ത് നമുക്കറിയാം മഹാബലേശ്വരനാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. രാവണന്റെയും ഗോകർണത്തിന്റെയും ഒക്കെ ഐതിഹ്യമൊന്നും ചരിത്രമൊന്നും ഇവിടെ വർണ്ണിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നിരുന്നാലും ഗോകർണം മഹാബലേശ്വര ക്ഷേത്രത്തിൽ അഭിഷേകം നിർവഹിച്ച് ഗോകർണത്ത് സാഗര പൂജ നിർവഹിച്ച് അവിടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് ആറാട്ടം നിർവഹിച്ചതിന് ശേഷമാണ് ഈ യാത്ര കർണാടകയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടെത്തിയത്. കർണാടകയിൽ നിന്ന് അഥവാ ഗോകർണത്തിൽ നിന്നും തിരിച്ച് യാത്ര തിരിച്ച ഈ രഥം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി. അവിടെ നിന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്ര ശ്രീകോവിലിലെ ഭദ്രദീപം പകർത്തിയെടുത്ത് അവിടുത്തെ പ്രധാന തന്ത്രി അല്ലെങ്കിൽ അർച്ചകൻ ഗോവിന്ദ അടിക പകർത്തി നൽകിയ ഭദ്രദീപം ഈ രഥത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് കർണാടകത്തിലൂടെ വിവിധ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും പ്രയാണം പൂർത്തീകരിച്ച് ഇന്ന് ഉച്ചയോടുകൂടിയിട്ടാണ് ദക്ഷിണ കന്നഡയിൽ നിന്ന് അഥവാ കൂർഗിൽ നിന്ന് വയനാട്ടിലേക്ക് പ്രവേശിക്കുകയും വയനാട്ടിലെ വിവിധ സ്വീകരണങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിൽ ഇന്ന് ആദ്യമായിട്ട് തമിഴ്നാടിന്റെ ഗുഡല്ലൂർ ജില്ലയിലെ നീലഗിരി ജില്ലയിലേക്ക് പ്രവേശിച്ച് എരുമാട് സ്വീകരണം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നാളെ രാവിലെ 7 മണിയോടുകൂടിയിട്ട് ഗുഡല്ലൂരിൽ നിന്ന് രഥം തിരിക്കുകയും നേരെ ഊട്ടി, കോയമ്പത്തൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യും. ഈ യാത്ര പ്രധാനപ്പെട്ട ഒരു ദൗത്യവും ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും പകർത്തിയ ഭദ്രദീപം ഇതിൽ ലയിപ്പിച്ചു എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കന്യാകുമാരി ദേവീക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും പകർത്തിയെടുക്കുന്ന ഭദ്രദീപവും ഈ രഥത്തിൽ ലയിപ്പിക്കും. മധുര മീനാക്ഷി അമ്മയുടെ ദർശനവും പൂർത്തീകരിച്ചതിന് ശേഷം രാമേശ്വരത്ത് എത്തിച്ചേർന്ന് അവിടെ ഭഗവാന് പട്ടാഭിഷേകവും ആറാട്ടും ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങളിലെ ശൈവ, വൈഷ്ണവ, ശക്തേയ സമ്പ്രദായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ശൈവനും വൈഷ്ണവനും ശക്തയനും എല്ലാം ഹൈന്ദവ സനാതനധർമ്മ സംസ്കാരത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് എന്നും അതെല്ലാം വേറിട്ട് നിൽക്കേണ്ടതല്ല എന്നും സമാജത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ള
പരമമായിട്ടുള്ള ഒരു ലക്ഷ്യം ഈ രഥയാത്രയ്ക്കുണ്ട്. അതിനേക്കാളുപരി ആഞ്ജനേയ മഹാപ്രഭുവിന്റെ സാന്നിധ്യം കൊണ്ടും സങ്കല്പം കൊണ്ടും ധന്യമായി തീർന്നിരിക്കുന്ന ഓരോ മനസ്സുകളിലേക്കും ഹനുമാൻ ചാലീസ എപ്രകാരമാണോ നമ്മൾ ആചരിക്കേണ്ടത്, എപ്രകാരമാണോ പാരായണം ചെയ്യേണ്ടത് എന്ന് ഓരോ ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ളതും ഈ രഥയാത്രയുടെ പരമമായുള്ള ലക്ഷ്യമാണ്. ഈ രഥയാത്ര മാർച്ച് മാസം 25-ാം തീയതി തുടങ്ങി ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് ആഞ്ജനേയാശ്രമത്തിൽ സമാപിക്കുക. ഏപ്രിൽ 8-ാം തീയതി ആഞ്ജനേയാശ്രമത്തിൽ സമാപിക്കുന്ന ഈ രഥയാത്രയുടെ സമാപന സദസ്സിൽ മഹാമണ്ഡലേശ്വരായിട്ടുള്ള സ്വാമി ആനന്ദവനം ഭാരതിയാണ് അനുഗ്രഹ ഭാഷണം നടത്തുക. ഏപ്രിൽ 9-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള 9 ദിവസങ്ങളിൽ ആശ്രമത്തിൽ അധ്യാത്മ രാമായണത്തെ ആസ്പദമാക്കിയിട്ടുള്ള രാമായണ തത്വവിചിന്തനം ഉണ്ടായിരിക്കും, രാമായണ പഠനം ഉണ്ടായിരിക്കും. ആ വിവിധ കാര്യക്രമങ്ങളിലേക്കെല്ലാം തന്നെ ഇന്നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ധർമ്മ ജാഗരണമായിട്ടുള്ള എല്ലാ ആളുകളെയും ബന്ധുജനങ്ങളെയും ക്ഷണിക്കുവാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഇന്ന് സഞ്ചരിക്കുന്ന ഒരു ക്ഷേത്രമായിക്കൊണ്ട് ഈ രഥം ഇവിടെ എത്തിയ സമയത്ത് അതിന് വേണ്ടതായിട്ടുള്ള കാര്യക്രമങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ആളുകളെയും, വിശേഷ ആനന്ദ്ജിയെയും നമ്മുടെ നടരാജൻ മാസ്റ്ററെയും മറ്റു കാര്യകർത്താക്കളെയും ക്ഷേത്ര ഭാരവാഹികളെയും ഇവിടെ ഒത്തുകൂടിയ ഭക്തജനങ്ങളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് എല്ലാവരിലേക്കും ഗുരുകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ രഥയാത്രയുടെ കാര്യക്രമത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ സമർപ്പിക്കുന്നു. ജയ് സീതാറാം. ജയ് ശ്രീരാം.